പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുക തന്നെയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം പുതിയ പുതിയ പോർമുഖങ്ങൾ തുറക്കുന്നു. ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഇസ്രായേലും കലിതുള്ളി നിൽക്കുന്നു. ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനത്തിന് നേർക്ക് ഇന്നലെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി. പോലീസ് ആസ്ഥാനത്തിന് കേടുപാട് സംഭവിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ പ്രയോഗിച്ചു. ഇങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. അതിനിടയിൽ നെതന്യാഹു ശക്തമായ വാക്കുകളോടെ ഇറാനെ നേരിട്ടത് ശ്രദ്ധേയമായി. യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിൻ്റെ യുദ്ധപ്രഖ്യാപനം തള്ളിക്കളയുകയും സമാധാന ശ്രമങ്ങൾക്ക് തങ്ങൾ മുൻകൈയെടുക്കുമെന്ന് പറയുകയും ഒക്കെ ചെയ്തു. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ഇറാൻ്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അമേരിക്ക അവകാശപ്പെട്ടു. എല്ലാം അവകാശങ്ങളും വാദങ്ങളും ഒക്കെയാണ്. യുദ്ധമുഖം അങ്ങനെയാണ്. ഇറാൻ എത്രമാത്രം നാശനഷ്ടമുണ്ടായെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇസ്രായേലിന് എത്രമാത്രം നാശനഷ്ടമുണ്ടായെന്ന് ഇറാൻ പറയും. ഇതൊക്കെ വിശ്വസിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. എങ്കിലും വിദേശ മാധ്യമങ്ങൾ പലതും ഇസ്രായേലിൻ്റെ തകർച്ച ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇറാൻ ഒരടിക്ക് രണ്ടടി എന്ന രീതിയിൽ ഇസ്രായേലിനെ നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇസ്രായേൽ പരുങ്ങലിലാണ് എന്നാണ് പല മാധ്യമങ്ങളും അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇനി യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേലിന് ആകില്ല. കാരണം യുദ്ധം തുടങ്ങിവെച്ചത് അവരാണ്. പിന്മാറുക എന്നാൽ അത് പരാജയമായി മാറും നെതന്യാഹുവിന്. ഒരു പ്രകോപനവുമില്ലാതെയാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത്. മാത്രമല്ല, അയത്തുള്ള ഖൊമൈനിയെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു എന്ന വാർത്തയും ഇന്നലെ പുറത്തു വന്നു. അയത്തുള്ള ഖൊമൈനിയെ വധിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ അമേരിക്കയെ സമീപിച്ചതായും അമേരിക്ക അത് തീ കൊണ്ടുള്ള കളിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെ വിലക്കിയെന്നുമാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അയത്തുള്ള ഖൊമൈനിയെ ഇസ്രായേൽ വധിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നെതന്യാഹുവിൻ്റെ നേർക്ക് ഇറാൻ നടത്തിയ വധശ്രമം പുറത്ത് വന്നിരിക്കുന്നു. തലനാരികയ്ക്കാണ് നെതന്യാഹു രക്ഷപ്പെട്ടതെന്ന് അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് തൊട്ടടുത്ത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം ഒന്ന് പാളിയിരുന്നെങ്കിൽ നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതി തകർന്ന് തരിപ്പണമാകുമായിരുന്നു. നെതന്യാഹു ഗ്രീസിൽ അഭയം തേടിയെന്നാണ് ഇറാൻ അവകാശപ്പെട്ടതെങ്കിലും ഇന്നലെ അദ്ദേഹം ഇസ്രായേലിൽ പ്രത്യക്ഷപ്പെട്ടത് ആ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കാനായിരുന്നു. നെതന്യാഹു ഭൂഗർഭ അറയിൽ പേടിച്ച് ഇരിക്കുകയാണ്. അതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചത്. എന്തായാലും അല്പം തെറ്റിയിരുന്നെങ്കിൽ സ്വകാര്യ വസതി തകർന്ന് തരിപ്പണമായി മാറുമായിരുന്നു. സ്വകാര്യ വസതിക്ക് സമീപം മിസൈലുകൾ പതിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്തായാലും നെതന്യാഹുവിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന വാർത്ത ഇപ്പോൾ ലോകം പുറത്തുവിട്ടിരിക്കുന്നു. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഖൊമൈനിയെ വധിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചത്. ഖൊമൈനിയെ വധിക്കാൻ വേണ്ടി അമേരിക്കയുടെ സഹായവും അനുമതിയും തേടി ഇസ്രായേൽ. പക്ഷേ അതിൻ്റെ അപകടം അമേരിക്കയ്ക്ക് മനസ്സിലായി. ഖൊമൈനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാൻ്റെ പിന്നിൽ അണിനിരക്കും. മാത്രമല്ല, ലോകം ഇസ്രായേലിനെ കൈയൊഴിയും. ഇറാൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രായേലിനെ വിലക്കി. ഒരമേരിക്കക്കാരെയും ഇറാൻ തൊട്ടിട്ടില്ലെന്നും അമേരിക്കൻ നേതാക്കൾക്ക് നേരെ ഇറാൻ വധശ്രമം നടത്തിയിട്ടില്ലെന്നും അമേരിക്ക കുരുത്തം കെട്ട ഇസ്രായേലിനെ, തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേലിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഗതികേട് വന്നു. എന്തായാലും നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് തൊട്ടടുത്ത്
ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വീഴുന്ന ദൃശ്യം ഇപ്പോൾ വിദേശ മാധ്യമങ്ങളിൽ സജീവമാണ്. നെതന്യാഹു ഒളിച്ചിരിക്കുകയാണ് ബങ്കറിൽ. കൂടെ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് ഭയമില്ലെന്ന് വെളിപ്പെടുത്തുന്നു നെതന്യാഹു. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇസ്രായേലിലെ ഹൈഫ നഗരം ഇറാൻ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി. അത് ഇപ്പോൾ ഇസ്രായേലിന് സമ്മതിക്കേണ്ടി വന്നു. ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനം ഇസ്രായേൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ടെൽ അവീവിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തി ഇറാൻ. കൊണ്ടും കൊടുത്തും കലിയടങ്ങാതെ നിൽക്കുകയാണ് രണ്ട് രാഷ്ട്രങ്ങൾ. അതേസമയം റഷ്യ വളരെ തന്ത്രപരമായ നീക്കം നടത്തുന്നു. ഇറാന് സമ്പൂർണ്ണ പിന്തുണയാണ് റഷ്യ നൽകിയിരിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇസ്രായേലിന് അവകാശമില്ലെന്ന് ചൈനയും പ്രസ്താവിച്ചു. ഇതോടെ വൻ ശക്തികൾ രണ്ട് ചേരിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിനിടെ ബ്രിട്ടന്റെ യുദ്ധക്കപ്പൽ ഹൂത്തികൾ തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബ്രിട്ടന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ വെച്ചാണ് ഹൂത്തികൾ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. എന്തായാലും ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഇസ്രായേലിന് പിന്നിൽ അചഞ്ചലമായി നിൽക്കുമ്പോൾ മറുവശത്ത് ഉത്തര കൊറിയയും റഷ്യയും ചൈനയും ഇറാന് പിന്നിൽ അണിനിരക്കുന്നു. ലോകം രണ്ട് ചേരിയാകുന്ന കാഴ്ച, പണ്ടത്തെ ശീതയുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ച. റഷ്യ ഇറാന് സമ്പൂർണ്ണ പിന്തുണ നൽകുകയും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനെ അപലപിക്കുകയും ചെയ്തു. ശക്തമായി തന്നെ റഷ്യ അപലപിച്ചു. അതാണ് സംഭവിച്ചത്. അമേരിക്കയാകട്ടെ ഇപ്പോൾ ആകെ മൊത്തം അങ്കലാപ്പിലാണ്. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇസ്രായേൽ എന്ന കുട്ടിക്കുരങ്ങൻ ഇറാനെ ആക്രമിച്ചപ്പോൾ ട്രംപ് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി അത് മാരകമായപ്പോൾ ട്രംപും അന്തം വിട്ടു. അമേരിക്കൻ സൈനിക താവളത്തെ പോലും ആക്രമിക്കാനുള്ള ചങ്കുറപ്പ് ഇറാൻ കാണിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം. യുദ്ധത്തിൽ നിന്ന് പിറവികൊണ്ട രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും, യുദ്ധവീര്യമുള്ള രാജ്യങ്ങൾ. പക്ഷേ ഇസ്രായേലിൻ്റെ യുദ്ധത്തിന് ഒരു കപടതയുണ്ട്. യുദ്ധം ജയിക്കാൻ എന്ത് ചതിയും അവർ പ്രയോഗിക്കും, എന്ത് ഹീനതന്ത്രവും അവർ പ്രയോഗിക്കും. അതാണ് ഇസ്രായേലിനെ ലോകത്തെ തെമ്മാടി രാഷ്ട്രമാക്കി മാറ്റിയത്. ഇറാനും റഷ്യയുമൊക്കെ മാന്യമായി യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇറാൻ്റെ സർവ്വ നിയന്ത്രണവും തെറ്റിയിരിക്കുന്നു. ആ സർവ്വ നിയന്ത്രണവും തെറ്റിയെന്നതിന് തെളിവാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ വധശ്രമം ഉണ്ടായതായ റിപ്പോർട്ടുകൾ. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അതീവ സുരക്ഷയുള്ള സ്വകാര്യ വസതിക്ക് നേരെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പാഞ്ഞു ചെല്ലുകയും അവിടെ അതിൻ്റെ തൊട്ടടുത്ത് പതിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെയും താടിനെയും ഒക്കെ തകർത്തുകൊണ്ട് വിളയാടുകയാണ് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ.